ഹായ് ഫ്രണ്ട്സ്, ഷഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് ക്യാരറ്റ് ഹൽവ. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ? ഞാനിവിടെ ഒരു 3/4 കിലോ ക്യാരറ്റ് വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പാൻ ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ ക്യാരറ്റ് 1/4 കപ്പ് എന്ന അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേറെ നട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി. ഞാനിത് മുകളിൽ മാത്രം വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഹലുവയിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതിന് മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ 3/4 കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് കുറവാണെങ്കിൽ നമുക്ക് ബാക്കി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇവിടെ നിന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് അടപ്പ് മാറ്റി ചെറു തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് പാലെല്ലാം ഒന്ന് വറ്റി കിട്ടുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. പാലിവിടെ പകുതിയോളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പാലെല്ലാം ഒന്ന് വറ്റിയിട്ട് നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം ഒന്ന് മുകളിൽ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്ക് മോന് സ്കൂളിലെ ഫുഡ് ടെസ്റ്റിന് കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ട് മുകളിൽ മാത്രമാണ് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരിൽ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.